കല്ലുകൾ ഓരോ ധ്യാനം കഴിയുമ്പോഴും ഓരോ കല്ലുകൾ താഴോട്ടിടും. അങ്ങനെ കല്ലുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം ധ്യാനം ചെയ്യുന്നു. 21ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഒരു പ്രകാശം വന്ന് പതിക്കുകയും അപാരമായിട്ടുള്ള ശക്തിയോട് കൂടിയിട്ട് അത് പതിച്ച് അദ്ദേഹത്തിന് ഒരു ബോധക്ഷയം പോലെ ഉണ്ടായെന്നാണ് പറയുന്നത്. ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാപഞ്ചിക മാർഗം റേക്കി. ഇതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ഷാജി രാമൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് റേക്കി, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? റേക്കി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയാണ്. ഇത് പ്രാപഞ്ചിക ഊർജ്ജശക്തി, ജീവശക്തി, അതാണ്. അതായത് നമ്മളതിന് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രവൃത്തിയോ ഒരു ഫലമോ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്തോ അതിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ റേക്കി ഒരു ഹീലിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവും വൈകാരികവും ആത്മീയവുമായ കാര്യങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളും നല്ല രീതിയിൽ അതിൻ്റെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ റേക്കി എനർജിയിലൂടെ സാധിക്കുന്നതാണ്. ഇത് നേരത്തെ നമ്മുടെ ശ്രീബുദ്ധനും അതുപോലെ തന്നെ ക്രിസ്തുദേവനൊക്കെ ചെയ്തിരുന്ന ഒരു സംഭവമാണ്. അതിലൂടെയാണ് നമ്മൾ പടിപടിയായിട്ട് ഓരോ ഗുരുക്കന്മാർ, ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ അവരിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ ഒരു ഉറവിടം, അതായത് റേക്കി ചികിത്സയുടെ ഒരു ഉറവിടം എങ്ങനെയാണ്? ഉറവിടം തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ റേക്കി ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ മികാവോ ഉസുയി എന്ന് പറഞ്ഞ ജാപ്പനീസ് ആയിട്ടുള്ള അദ്ദേഹം ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു, പ്രൊഫസറായിരുന്നു. അപ്പം അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചു, എന്താണ് നമ്മുടെ ക്രിസ്തുദേവനൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് പല അത്ഭുതങ്ങളും നടത്തിയിട്ടുണ്ടല്ലോ, സംഭവിപ്പിച്ചിട്ടുണ്ടല്ലോ, രോഗങ്ങളൊക്കെ ശമിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സാങ്കത്യം എന്താണ്, അതിൻ്റെ കാരണം എന്താണ്, അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രൊഫസറായിട്ടുള്ള ഇദ്ദേഹത്തിന് ആ കുട്ടിക്ക് ഒരു മറുപടി കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെയധികം വിഷമം ഉണ്ടാക്കി. അപ്പോൾ ആ ചോദ്യം ഈ കുട്ടിയിൽ നിന്നുണ്ടായതിനു ശേഷം അദ്ദേഹം സ്വാഭാവികമായിട്ടും പല ദിവസങ്ങളും ഉറങ്ങാതെ തന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് കിടക്കേണ്ടായി. അങ്ങനെ ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോയി, എന്താണ് ഇങ്ങനെ ഒരു സംഭവം, ഇതിലൂടെ എങ്ങനെ നമുക്ക് ഒരു മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നെല്ലാം അറിയാനായിട്ട് അദ്ദേഹം ഒരുപാട് കാലങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പല പഠനങ്ങളും നടത്തി. അങ്ങനെ പല രാജ്യങ്ങളിലും സഞ്ചരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ഒരു കൃത്യമായിട്ടുള്ളൊരു വിവരണങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ ഭാരതത്തിൽ അദ്ദേഹം വന്നു. ഭാരതത്തിൽ വന്നിട്ട് അദ്ദേഹം സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സൂചനകൾ അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ ആ സൂചനകൾ വെച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോയി ജപ്പാനിൽ പോയിട്ട് അവിടെ ഒരു കുരിയാർമല എന്ന് പറഞ്ഞിട്ട് ഏകദേശം 10-20 കിലോമീറ്ററോളം ദൂരമുള്ളൊരു മലയിൽ പോയിട്ട് ഏകദേശം 21 ദിവസത്തോളം ധ്യാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അന്ന് ധ്യാനത്തിന് ഉപയോഗിക്കാനായിട്ട് അദ്ദേഹം സ്വീകരിച്ചൊരു മാർഗം ഈ 21 ഡേയ്സ് ചെയ്യണമല്ലോ. അപ്പോൾ കല്ലുകൾ എടുത്തുകൊണ്ടാണ്, കല്ലുകൾ ഓരോ ധ്യാനം കഴിയുമ്പോഴും ഓരോ കല്ലുകൾ താഴോട്ടിടും. അങ്ങനെ കല്ലുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം ധ്യാനം ചെയ്യുന്നു. 21ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഒരു പ്രകാശം വന്ന് പതിക്കുകയും അപാരമായിട്ടുള്ള ശക്തിയോട് കൂടിയിട്ട് അത് പതിച്ച് അദ്ദേഹത്തിന് ഒരു ബോധക്ഷയം പോലെ ഉണ്ടായെന്നാണ് പറയുന്നത്. അങ്ങനെ അതിനുശേഷം അദ്ദേഹം താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് പലതരത്തിലുള്ള സംഭവങ്ങളും വരുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. പല സിമ്പലുകൾ കാണാൻ സാധിക്കുന്നു, പലതരത്തിലുള്ള കളറുകൾ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു ഇൻഡ്യൂഷനായിട്ട് തോന്നണം, നീ ഇന്നത് ചെയ്യൂ എന്നുള്ള രീതിയിലാണ്, ഒരു പ്രേരണയാണ്, ഒരു ഉൾപ്രേരണ വന്നുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം 21ാമത്തെ ദിവസം അദ്ദേഹം താഴോട്ട് ഇറങ്ങി വരികയാണ്. ധ്യാനമൊക്കെ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകാലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് വീണ് പൊട്ടി, കാരണം മലയിൽ നിന്ന്. ഈ 21 ദിവസം അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാതെ താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഈ മുറിവുകൾ പറ്റുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു പ്രചോദനം, ഒരു ഉൾവിളി പോലെ തോന്നിയിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ ആ മുറിവുള്ള ഭാഗത്ത് സ്പർശിച്ച സമയത്ത് ഏതാനും സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ മുറിപ്പാടുകളെല്ലാം മാറിപ്പോയിരിക്കുന്നു. അങ്ങനെയാണ്, അതാണ് ഫസ്റ്റ് റേക്കി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം അത് കഴിഞ്ഞ് താഴെ വരുമ്പോൾ അവിടെ ഒരു ആശ്രമത്തിൽ പോയി, ആ ആശ്രമത്തിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ടായി. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവിടെയും ഒരു രണ്ടാമത്തെ റേക്കി അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്.
സാധാരണ രീതിയിൽ നമ്മൾ ഒരു കുറേ ദിവസം ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പെട്ടെന്ന് ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വംശീയം പലതരത്തിലുള്ള അസുഖങ്ങളും പ്രശ്നം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. നമ്മൾ നിരാഹാരമൊക്കെ കിടക്കുന്നവർക്ക് നാരങ്ങ നീരൊക്കെ കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ്. പെട്ടെന്ന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. അപ്പോൾ 21 ദിവസത്തോളം വെറും വായു ഭക്ഷണത്തിലിരുന്നാണ് ഇദ്ദേഹം. എന്നിട്ട് പോലും ധാരാളം ഭക്ഷണം കഴിച്ചിട്ട് പോലും ഇദ്ദേഹത്തിന് യാതൊന്നും സംഭവിച്ചില്ല, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ സെക്കൻഡ് റേക്കി അവിടെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. അതായത് റേക്കിയുടെ രണ്ടാമത്തെ ഒരു അതെ റേക്കി അത് ഇദ്ദേഹത്തിന് ഒരു പ്രചോദനമാണ്. കാരണം റേക്കി എന്ന ആ കണ്ടെത്തൽ ഇദ്ദേഹത്തിന്റെ എന്താണോ ആ കുട്ടി ചോദിച്ചത്, ആ കുട്ടിക്ക് ഒരു മറുപടി എന്നുള്ള രീതിയിൽ അത്ഭുതകരമായിട്ടുള്ള പല സംഭവങ്ങളും ക്രിസ്തുദേവനും അതുപോലെ തന്നെ അതെ ഇതുപോലെ തന്നെ ബൈബിളിൽ യേശുദേവൻ ഒരു ഉപവാസം നടത്തിയതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് വൈകിട്ട് ശരിക്കും ശ്രീബുദ്ധനിൽ നിന്നാണ് ഇത് തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. ശ്രീബുദ്ധനിൽ നിന്നാണ്. അതും യേശുദേവൻ അതിന്റെ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെയാണ്. അങ്ങനെ ആണ് പതിയെ ഈ രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ അവിടെ തന്നെ ആശ്രമത്തിൽ തന്നെ മൂന്നാമതൊരു അത്ഭുതം നടന്നെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയെന്നും പറയുന്നുണ്ട്, അവിടെ ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്ത സ്ത്രീ എന്നും പറയുന്നുണ്ട്. കൃത്യമല്ല എങ്കിൽ പോലും അവർക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഈ മുഖം പൊത്തി പിടിച്ച് അവർ ഇരിക്കുന്ന കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു, ഇന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് കളയാം എന്ന് വിചാരിച്ച് ഏതാനും സമയം അദ്ദേഹം ഈ കൈകൾ അവിടെ സ്പർശിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പെയിൻ അവിടെ മാറിപ്പോയി എന്നുള്ളതാണ്. അതാണ് റേക്കിയുടെ ചരിത്രം. പിന്നെ അതിനുശേഷം പല ആളുകളും, അതായത് ഈ കാലില്ലാത്ത ആളുകൾ, കാലിൻ്റെ മുടന്തന്മാർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കേൾവി കുറവുള്ളവർ ആളുകളൊക്കെ അവിടെ വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഈ കിട്ടിയ ഈ എന്താണോ അദ്ദേഹത്തിന് ആ ഉൾവിളി പോലെ തോന്നി, അദ്ദേഹത്തിന് ഒരു പ്രചോദനമാണത്. ആ പ്രചോദനത്തിലൂടെ അദ്ദേഹം ഇന്നതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ സ്വയം അദ്ദേഹം ചെയ്യുന്ന ആ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സുഖപ്പെടുകയുണ്ടായി. പക്ഷേ ഈ സുഖപ്പെട്ട് പോയവരെല്ലാം കുറച്ച് നാൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരികയുണ്ടായി. അതാണ് അതിലും വലിയൊരു അത്ഭുതം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖപ്പെട്ടവർ തിരിച്ചു വന്നിട്ട് എന്താണ് നിങ്ങൾ വരാൻ കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തോട് പറയുന്നത് ഞങ്ങളെ പഴയ പോലെ ആക്കി തരാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഈ പഴയ പോലെ ആക്കി തരാന്ന് പറഞ്ഞപ്പോൾ അതായത് പണിയെടുക്കാൻ അവർക്ക് അധ്വാനിക്കാൻ മടിയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. കാരണം പറഞ്ഞാൽ അവരെല്ലാം ഭിക്ഷാടനം നടത്തി ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ ഇത് വെറുതെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഈ പന്നിക്കുട്ടികൾക്ക് വെറുതെ മുത്തുമണികൾ എറിഞ്ഞു കൊടുക്കരുതെന്ന് അവിടെ നിന്നാണ് അദ്ദേഹം അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ വെറുതെ ആർക്കും ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആവശ്യപ്പെട്ട് വരുന്നവന് മാത്രമേ റേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ആവശ്യപ്പെടാതെ നമ്മൾ ആർക്കും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ കർമ്മഫലം, അതിൻ്റെ കാർമ്മിക്കും അവനിലേക്ക് വന്ന് ചേരാനായിട്ടുള്ള ഇടയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പോൾ പല റേക്കി മാസ്റ്റേഴ്സിനും എന്നെ സമീപിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ജ്യോത്സ്യന്മാർ റേക്കി പഠിച്ചിട്ടും അല്ലാതെയൊക്കെ വന്നിട്ട് അവർക്ക് ഇന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ആരെയാണ് ഹീല് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ എന്തെങ്കിലും ഫീസ് ഒരു ദക്ഷിണ വാങ്ങിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവരുടെ അതിൻ്റെ കാരണം പറയുന്നത് അതിൻ്റെ മറ്റുള്ളവരുടെ കാർമ്മിക്ക് നമ്മളിലേക്ക് വരാൻ പാടില്ല. അവൻ്റെ കർമ്മഫലം നമ്മൾ ഏറ്റെടുക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ ബ്ലഡ് ആയിട്ട് ബന്ധം, അതായത് നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരങ്ങൾ, അവർക്ക് നമുക്ക് അറിഞ്ഞു വേണമെങ്കിൽ ചെയ്യാം, പ്രശ്നമില്ല. നമ്മുടെ ഭാര്യ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധങ്ങളോ മറ്റുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും വെറുതെ റേക്ക് കൊടുക്കരുത്. റേക്ക് ആവശ്യപ്പെട്ടാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് ആ ഊർജം നമ്മൾ അവർക്ക് അറിഞ്ഞു കൊടുക്കുന്നതാണ്. അത് സ്പർശന പണ്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് കൈവെപ്പ് ചികിത്സ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് സ്പർശന ചികിത്സ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിലൊക്കെ അത്തരത്തിലുള്ള ചികിത്സകളാണ് നടത്തിയിരുന്നത്. ആളുകളെ കിടത്തിയിട്ട് അവരുടെ ഓരോ പോയിന്റ്സുകളുണ്ട്. എന്താണോ അസുഖം, ആ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള ചക്രകൾ എന്ന് പറഞ്ഞാൽ ഊർജ്ജതല കേന്ദ്രങ്ങൾ. ആ കേന്ദ്രത്തിലേക്ക് നമ്മൾ എനർജി കൊടുക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു ചികിത്സയാണ് റേക്കി ചികിത്സ. അപ്പോൾ റേക്കി ചികിത്സ അല്ലെങ്കിൽ പ്രാപഞ്ചികമായ ഊർജം നമ്മുടെ എല്ലാ തലങ്ങളെയും സൗഖ്യപ്പെടുത്തട്ടെ. നമസ്കാരം. നമസ്തേ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.